നമസ്കാരം, ഞാൻ ബൈജു നായർ. മെഴ്സഡസ് ബെൻസിൻ്റെ AMG ലൈനപ്പിലെ 10ാമത്തെ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് CLE 53 AMG എന്ന മോഡലാണ്. നമ്മൾ കണ്ടിട്ടുള്ള CLE 300 ക്യാബ്രിയോലെ എന്ന കൺവേർട്ടബിളിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂപ്പേ രൂപം എന്നാണ് ഈ വാഹനത്തെ വിളിക്കേണ്ടത്. AMG ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ എഞ്ചിനാണ്. 449 BSP ട്വിൻ ടർബോ സ്ട്രൈറ്റ് 6 എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 500 Nm ഉണ്ട് ഇതിൻ്റെ ടോർക്ക്. ഗംഭീരമായ പവർഫുൾ എഞ്ചിൻ. മുൻഭാഗമൊക്കെ പക്ക AMG സ്റ്റൈലിംഗ് ആണ്. അതുപോലെ അതിഗംഭീരമായ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ബോണറ്റ് ലൈനുകളും മറ്റും കാണാം. ടയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള വാഹനമാണെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ചില എലമെൻസും ഒക്കെ കാണാവുന്നതാണ്. 20 ഇഞ്ചിൻ്റെ തകർപ്പൻ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ എന്താ പറയുക ഈ ഒരു വീൽ ആർച്ചിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് പറയേണ്ടത്. ഇവിടെ ടർബോ അതുപോലെ തന്നെ ഫോമാറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. അത് റോഡ് ഗ്രിപ്പിന് സഹായിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ വീണ്ടും ഒരു എയർ സ്കൂപ്പ് കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാവുന്ന 2 ഡോർ മാത്രമാണ്. പക്ക കൂപ്പേ ഡിസൈനാണ്. അതുപോലെ തന്നെ സൺറൂഫ് അതും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് സീറ്റ് ഉണ്ട്. 4 പേർക്ക് പോകാവുന്ന ഒരു വാഹനമാണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ഡോർ തുറന്നാണ് കയറേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗ്ലാസ് ഏരിയ, ഒരു കോർണർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം എന്ന് പറയുന്നത്. ആ കൂപ്പേ ഡിസൈൻ അങ്ങനെ ചെരിഞ്ഞിറങ്ങി വരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റഡ് സ്പോയിലർ കൊടുത്തിരിക്കുന്നു. മനോഹരമായ LED ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. AMG എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു സ്പെയർ ടയർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 4 എക്സോസ് പൈപ്പുകളാണ്. അതാണ് ഇതിൻ്റെ ഒരു മാരകമായ ലുക്ക് സമ്മാനിക്കുന്നതെന്ന് പറയാം. അതുപോലെ ഇവിടെ ഭംഗിയുള്ള എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗത്ത് നമുക്ക് ഫുൾ ബ്ലാക്ക് നിറം തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിൽ റെഡ് സ്റ്റിച്ചിങ് പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അൽക്കാൻഡ്ര സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വലിയ സ്ക്രീന്, അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള കാര്യങ്ങൾ, പിന്നെ 360 ഡിഗ്രി ക്യാമറ, പാർക്കിംഗ് അസിസ്റ്റൻസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ബെൻസിൻ്റെ ഏറ്റവും പുതിയ MBUX എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടാതെ ബർമിസ്റ്ററിൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ കാർബൺ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷ്, റെഡ് സ്റ്റിച്ചിങ്, സ്റ്റീൽ ഫിനിഷുള്ള വരകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്, അതിനൊരു റൈസ് കാറിൻ്റെ മട്ടാണ് നമുക്ക് പറയാവുന്ന കാര്യം. ഇവിടെ 2 കപ്പ് ഹോൾഡർ, ഇവിടെ വീണ്ടും സ്റ്റോറേജ് സ്പേസ്, ഇഷ്ടംപോലെ ചാർജിങ് പോയിൻറ്റുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡുണ്ട്. അത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ആ ഭാഗത്ത് അത് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന ഒരു കലാശില്പം പോലെ സുന്ദരമെന്നാണ് പറയേണ്ടത്. അതിൽ നമുക്ക് പല കാര്യങ്ങളും കാണാം. അതിൽ ഡ്രൈവ് മോഡുകൾ കൂടാതെ തന്നെ സസ്പെൻഷൻ മോഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രാക്ഷൻ്റെയും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെയും മോഡുകളാണെങ്കിൽ ഇവിടെ ഡ്രൈവ് മോഡുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ വലിയ 12.3 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് മോശമല്ലാത്ത സ്പേസ് ഉണ്ട്. പക്ഷേ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. വലിയ സെൻട്രൽ ടണൽ കൊടുത്തിട്ടുണ്ട്. വില എന്ന് പറയുന്നത് 1.35 crores ആണ്. ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കണ്ടിരിക്കുന്ന CLE 300 ക്യാബ്രിയോയിലേക്ക് 1,02,00,000 ആണെങ്കിൽ 1,35,00,000 രൂപ വിലയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഷോറൂമുകളൊക്കെ ഉടൻ തന്നെ എത്തുകയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ സാധിക്കും. നേരെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക് പോവുക. വിശദമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ജസ്റ്റ് വാക്ക് അറൗണ്ടാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്.